അധിക വിശാലമരുപ്രദേശമൊന്നായി നദി പെരുകുന്നതുപോലെ വന്നു. നാദം ശ്രുതികളിൽ വീണു തുറക്കുമക്ഷിയെന്നും യഥമിയലും യതിവര്യനായിടേണം. കപടയതിയിൽ നിന്ന് ഒരു ശരിയായ യതിയിലേക്കുള്ള ഒരു വളർച്ചയെ, അങ്ങനെ വളർന്ന് ആയിത്തീരാൻ വേണ്ടി ഗുരു നമ്മളോട് ഇവിടെ പറയുക. അധിക വിശാല മരുപ്രദേശം ഒന്നായി. അധിക വിശാല മരുപ്രദേശം, ഒരു മരുഭൂമി, നിറഞ്ഞു നിൽക്കുന്ന അതിരുകളില്ലാത്ത മരുഭൂമി ഒന്നായി. അതൊന്നായിട്ട് ഒട്ടാകെ പറയണു. നദി പെരുകുന്നത് പോലെ അതിലേക്കൊരു സുനാമി വന്നു കഴിഞ്ഞാൽ, ഗുരുവിൻ്റെ സമയത്ത് സുനാമി ഇല്ലായിരുന്നു, അല്ലെങ്കിൽ സുനാമി പോലെ എന്ന് പറഞ്ഞേനെ, പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇത് നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും. ഒമാനെ മൊത്തത്തിൽ കടൽ, ഒരു വലിയൊരു ഭാഗം മുഴുവൻ കടലങ്ങോട്ട് എടുത്തിരുന്നു. മരുഭൂമിയാണ്. ആ മരുപ്രദേശത്തിലേക്ക് കടൽ പെരുകി വരുന്നത് പോലെ, നദി പെരുകുന്നത് പോലെ, ആ വെള്ളപ്പൊക്കമുണ്ടായിട്ട് പരന്നൊഴുകുന്നത് പോലെ നാദം വന്ന് ശ്രുതികളിൽ വീണ്, നാദം വന്ന് ഏതിൻ്റെ? അറിവിൻ്റെ. ആ അറിവിൻ്റെ നാദം വന്ന്, ഇതൊരു വളരെ ഈ ധ്യാനത്തിലൂടെ അറിയേണ്ടുന്ന ശ്ലോകങ്ങളാണ്. ഈ വിശ്വത്തിൻ്റെ ഇതൊരു ഈ പ്രയോഗത്തിൽ, ഈ ഒരു ഉദാഹരണത്തിൽ വളരെ രസമായിട്ടുള്ളൊരു ഉദാഹരണമാണ്. ഇത് അനന്തമായിട്ടുള്ള മരുഭൂമി. ആ മരുഭൂമിയെ ഒന്ന് സങ്കല്പിക്കുക, മരുഭൂമി കണ്ടിട്ടുള്ളവരൊക്കെ. അതിലേക്ക് വലിയ നദി പെരുകി വരുന്നത് പോലെ ഇവിടെ പറയുന്നു. നദി പെരുകുന്നത് പോലെ നാദം വന്ന് ശ്രുതികളിൽ വീണ് തുറക്കുമക്ഷി എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ കാതുകളെ, ഈ ലോകത്തെ കേൾക്കാൻ വേണ്ടി നമ്മളെ കാതുകളെ നമ്മൾ ആക്കി തീർക്കുക എന്ന് പറയാം. കാതുകളിൽ നിന്ന് ഈ ഒരു കാതിൻ്റെ ഒരു സ്വാഭാവികതയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, നമുക്കനുസരിച്ച് നമ്മൾ കേൾക്കുന്നതിനെ മതിയാക്കി ഞാനില്ലാതെ ഈ വിശ്വത്തിൻ്റെ നാദത്തെ കേൾക്കാൻ വേണ്ടി കാതിനെ റെഡിയാക്കുക, കാതിനെ പരിണമിപ്പിക്കുക, അതിനുവേണ്ടി സജ്ജമാക്കുക. ഇപ്പം നാം നമ്മുടെ കാതുകളെ, ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മൾ ഫോൺ കൊണ്ട് ഒരു രക്ഷയില്ല എന്ന് പറയാം അല്ലേ? ഇതിന് മാത്രമാക്കിയിരിക്കുന്നു നമ്മൾ. ഇപ്പം മനോഹരമായിട്ടുള്ള മറ്റു കേൾവികളൊക്കെ കുറഞ്ഞിരിക്കുക. ഒരു 2 ദിവസം വേണമെങ്കിൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നോക്കി നോക്കൂ. പ്രകൃതിയെ കേൾക്കാൻ വേണ്ടി കാതുകളെ ഒന്ന് തയ്യാറാക്കുക. ഒരു തരത്തിലുള്ള ഇടപെടലും ഇല്ലാത്ത ഒരു കേൾവി. ഇവിടെ പറയണു, ആ നാദം പോലെ വന്ന്, അതിൻ്റെ ഒരു വരവുണ്ട്. എന്നിട്ടോ ശ്രുതികളിൽ വീണ് നാദം വന്ന്, ആ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ശബ്ദം വന്ന് ശ്രുതികളിൽ വീണ്, അത് നമ്മുടെ ശ്രുതി ഇവിടെ എന്ന് പറയുമ്പോൾ ശ്രവണത്തിൽ, കാതുകളിൽ വന്നിട്ട് തുറക്കുമക്ഷി. അതിന് പറയും ഖഗോള സംഗീതം എന്ന് പറയും. ഈ യൂണിവേഴ്സിന്, ഈ വിശ്വത്തിനൊരു സംഗീതമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നമ്മുടെ കാതുകളെ ഈ ലോകത്തെ കേൾക്കാൻ വേണ്ടി നമ്മളെ കാതുകളെ നമ്മൾ ആക്കി തീർക്കുക എന്ന് പറയാം. കാതുകളിൽ നിന്ന് ഈ കാതിൻ്റെ ഒരു സ്വാഭാവികതയുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ, നമുക്കനുസരിച്ച് നമ്മൾ കേൾക്കുന്നതിനെ മതിയാക്കി ഞാനില്ലാതെ ഈ വിശ്വത്തിൻ്റെ നാദത്തെ കേൾക്കാൻ വേണ്ടി കാതിനെ റെഡിയാക്കുക, കാതിനെ പരിണമിപ്പിക്കുക, അതിനുവേണ്ടി സജ്ജമാക്കുക. ഇപ്പം നാം നമ്മുടെ കാതുകളെ, ഇപ്പം ഈ അടുത്ത കാലത്ത് നമ്മൾ ഫോൺ കൊണ്ട് ഒരു രക്ഷയില്ല എന്ന് പറയാം അല്ലേ? ഇതിന് മാത്രമാക്കിയിരിക്കുന്നു നമ്മൾ. ഇപ്പം മനോഹരമായിട്ടുള്ള മറ്റു കേൾവികളൊക്കെ കുറഞ്ഞിരിക്കുക. ഒരു 2 ദിവസം വേണമെങ്കിൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നോക്കി നോക്കൂ. പ്രകൃതിയെ കേൾക്കാൻ വേണ്ടി കാതുകളെ ഒന്ന് തയ്യാറാക്കുക. ഒരു തരത്തിലുള്ള ഇടപെടലും ഇല്ലാത്ത ഒരു കേൾവി. ഇവിടെ പറയണു, ആ നാദം പോലെ വന്ന്, അതിൻ്റെ ഒരു വരവുണ്ട്. എന്നിട്ടോ ശ്രുതികളിൽ വീണ് നാദം വന്ന്, ആ ജ്ഞാനത്തിൻ്റെ
അറിവിൻ്റെ ശബ്ദം വന്ന് ശ്രുതികളിൽ വീണ്, അത് നമ്മുടെ ശ്രുതി ഇവിടെ എന്ന് പറയുമ്പോൾ ശ്രവണത്തിൽ കാതുകളിൽ വന്നിട്ട് തുറക്കുമക്ഷി, അതിന് പറയും ഖഗോള സംഗീതം എന്ന് പറയും. ഈ യൂണിവേഴ്സിന്, ഈ വിശ്വത്തിനൊരു സംഗീതമുണ്ട്. അതുകൊണ്ടാണ് ഈ എന്താ പറയുക, ബിഥോവനൊക്കെ ഈ ഒരു ഇതിലാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിംഫണിയൊക്കെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വന്ന് തുറക്കുന്നത് കൊണ്ടാണ്. കാരണം ഈ ഇംഗ്ലീഷ് സിനിമയുടെയൊക്കെ ഏറ്റവും വലിയൊരു സംഗതി എന്താണെന്ന് പറഞ്ഞാൽ, സിനിമയിൽ ശബ്ദമില്ലായ്മ സൃഷ്ടിക്കലാണ് സൗണ്ട് എഞ്ചിനീയറുടെ, സൗണ്ട് മിക്സ് ചെയ്യുന്നവരുടെ ഏറ്റവും വലിയൊരു കഴിവ്. അല്ലാതെ നമ്മളുടെ ഈ സിനിമയിലും സീരിയലിലും ഒക്കെ കാണുന്ന സമയത്ത് വെറുതെ ഒരാൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിലും എന്തൊക്കെയോ ശബ്ദങ്ങൾ കൊണ്ടുവരും. അതൊരു അനാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. നിങ്ങൾ ഇനി ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. നമ്മുടെയൊക്കെ സിനിമയിൽ ഒരാൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്തിനാ ഇത് എന്ന്. പക്ഷെ അവർ മൗനത്തെ സൃഷ്ടിക്കുന്നതാണ് ഏറ്റവും, ശബ്ദമില്ലായ്മയെ കണ്ടെത്തലാണ്. റസൂൽ പൂക്കുട്ടിയെ പോലെയുള്ള ആളുകൾ അതിലാണ് അവർ സക്സസ് ആയത്. ഇതിൽ എത്ര ശബ്ദമില്ലായ്മയെ സൃഷ്ടിക്കണം. ആ ശബ്ദമില്ലായ്മയെ സൃഷ്ടിക്കണമെങ്കിൽ കാതുകൾ ശരിക്ക് തുറക്കണം. ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുക, ഗുരു ആരോ പറഞ്ഞു കൊടുത്തു ഇതുപോലെ പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞു. ഗുരു പെട്ടെന്ന് കിട്ടുമോ അറിവ്? 1 മിനിറ്റ് കൊണ്ട് കിട്ടുമോ? ഗുരു പറഞ്ഞു തീർച്ചയായും 1 മിനിറ്റ് കൊണ്ട് കിട്ടും, തീർച്ചയായിട്ടും. ഗുരു 1 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറച്ചല്ലേ? ഗുരു പറഞ്ഞു അതിൽ 59 സെക്കൻഡ് അധികമാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? 59 സെക്കൻഡ് അതിലധികമാണ്. 1 മിനിറ്റ് കുറച്ചല്ലേ എന്ന് ചോദിച്ച ശിഷ്യനോട് ഗുരുവിന് പറയാനുള്ളത് 59 സെക്കൻഡ് അധികം. ഇനിയും ചോദിച്ചു കഴിഞ്ഞാൽ ഗുരു അതിനെ ഇനിയും മുറിക്കും. അതുകൊണ്ട് അവൻ ചോദിച്ചില്ല, മിണ്ടിയില്ല. ഗുരുവിനെ സംബന്ധിച്ച് അതിന് സംശയമില്ല. അപ്പം ഇത്തരത്തിലൊരു ഒരു 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 സാവകാശം നമ്മുടെ ജീവിതത്തിൽ വേണം. ആ സാവകാശത്തിലെ ഈ അറിവിൻ്റെ നാദം വന്ന് വീഴുന്നത് തന്നെ കേൾക്കാൻ പറ്റും. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ കണ്ടു ചെലങ്കയുടെ ശബ്ദം. ഈ ചെലങ്കയുടെ ശബ്ദം അല്ലാതെ വേറെ ഒരു ശബ്ദവും നമ്മൾ കേട്ടിട്ടില്ല. നീല വെളിച്ചവും ചെലങ്ക ശബ്ദവും. എന്തായാലും എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കട്ടെ. അതിനുവേണ്ടി നമ്മളെ ഒന്ന് തയ്യാറാക്കേണ്ടതുണ്ട്. ശ്രുതികളിൽ വീണ് തുറക്കുമക്ഷി, ആ ജ്ഞാനക്കണ്ണ് തുറന്നു കഴിഞ്ഞാൽ യതമിയലും നിയമനം ചെയ്ത മനസ്സ്, ആ സംയമനത്തിലൂടെ പാകപ്പെട്ടിട്ടുള്ള ആ മനസ്സിൽ എന്തു വരും പറയണു? ആ മനസ്സിൻ്റെ ആ മാനസികാവസ്ഥയിൽ വന്നിട്ടുള്ള യതിവര്യനായിടേണം. അത്തരത്തിലൊരു യതിയാകേണ്ടതുണ്ട് എന്ന് പറയാം. ഇവിടെ ഗുരു പറയുന്നത് ഈ ഒരു ഒളിച്ചോട്ടമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഗുരു അവതരിപ്പിക്കുന്ന യതി എന്ന് പറഞ്ഞാൽ പഴയ സങ്കല്പങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരാളല്ല. ജീവിതത്തെ പൂർണ്ണമായി അതിൻ്റെ ഒരു അംശം പോലും ഉപേക്ഷിക്കാതെ അതിൻ്റെ പൂർണ്ണതയോടുകൂടി സ്വീകരിക്കുന്ന ഒരു പൂർണ്ണനായ ഒരു മനുഷ്യനെയാണ് ഗുരു ഇവിടെ യതി എന്ന് പറയുന്നത്. യതിവര്യനായിടേണം. വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഗുരു പറഞ്ഞിട്ടില്ല ഭാര്യയെ ഉപേക്ഷിക്കണം, ഭർത്താവിനെ ഉപേക്ഷിക്കണം, കുട്ടികളെ ഉപേക്ഷിക്കണം, കാഷായം ധരിക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ അറിവിന് വേണ്ടി, ഈ അറിവിൻ്റെ ആ ശബ്ദം, അതിനുവേണ്ടി നിൻ്റെ കാതുകളെ നീ തയ്യാറാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഉപനിഷത്തിൽ നമ്മൾ ബ്രഹ്മാവിനാണ് ഈ സത്യം വെളിപ്പെട്ട് കിട്ടിയത് എന്ന് പറയും. ബ്രഹ്മാവ് ആരാണ്? ചതുർമുഖനാണ്, നാൻമുഖനാണ്, 4 തലകളുള്ളവനാണ്. ജ്ഞാനേന്ദ്രിയങ്ങൾ ചുറ്റുമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ അവലോകനം ചെയ്യുന്ന കാര്യത്തിൽ ആ പ്രപഞ്ചാവലോക ധിഷണയെയാണ് ഈ 4 തലകളായി ചിത്രീകരിക്കുന്നത്. ഇത്തരത്തിൽ പ്രപഞ്ചാവലോക ധിഷണയുള്ളവനായി തീർന്നാൽ യതിയായി. അതാണ് ആവശ്യം. അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധ അർഹിക്കാത്തതായിട്ടുള്ള യാതൊന്നും ഉണ്ടാവരുത്. ഒരു ചെറിയ ഉറുമ്പിൻ്റെ അതിൻ്റെ ആ നടപ്പ് പോലും നമുക്ക് അങ്ങേയറ്റം സൗന്ദര്യവത്തായിട്ട് നമുക്ക് തോന്നും.
ഇതിൻ്റെ ഒരു ഗുണം അതാണ്. ഇതെങ്ങനെ നമുക്ക് ഇതിൻ്റെ പ്രകടനം എങ്ങനെ തിരിച്ചറിയും എന്നാണെങ്കിൽ യാതൊന്നിനോടും അറപ്പോ വെറുപ്പോ നമുക്കുണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പം പല ഭക്തന്മാരും ഉണ്ട്, പാറ്റയെ കണ്ടാൽ അവർ ഓടും. അല്ലെങ്കിൽ ചില നാഞ്ഞൂല്, പാറ്റ, ഇതിനൊക്കെ പറയുമ്പോൾ തന്നെ അവരുടെ മുഖം നാഞ്ഞൂല് പോലെയാവും. അല്ലെങ്കിൽ ചില ജീവജാലങ്ങളോട് അവർക്കൊരു അറപ്പാണ്, അല്ലെങ്കിൽ ഒരു വെറുപ്പാണ്. ഒന്നിനോടും ഒരറപ്പോ വെറുപ്പോ ഇല്ലാതെ അതിനെ അതായി കാണാനുള്ള ഒരു പ്രത്യേക ചക്ഷുസ്, ഇവിടെ പറയുന്ന ഗുരു പറയുന്ന ജ്ഞാന നേത്രം, ദിവ്യം ദദാമി തേ ചക്ഷുഹു എന്ന ഗീതയിലെ ഭഗവാന്റെ ഒരു പറയൽ. തുറക്കും അക്ഷി യതമിയലും യതിവര്യനായിടണം, ഇങ്ങനെ ഒരു യതിയാവാനാ പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഒരു ഈശ്വരവിശ്വാസിയുടെയും അവിശ്വാസിയുടെയും പ്രാർത്ഥനയെക്കുറിച്ച് പറയാറുണ്ട്. അപ്പം ഈശ്വരവിശ്വാസി പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട്. നിങ്ങളിത് വളരെ ശ്രദ്ധിക്കണേ, ഈ ഒരു ഉദാഹരണം. അപ്പം ഈശ്വരവിശ്വാസി ഭഗവാനോട് പറയുന്നത്, ഭഗവാനെ, എനിക്ക് യാതൊന്നും വേണ്ട, അങ്ങയെ മാത്രം മതി. എനിക്ക് ഈ പ്രപഞ്ചത്തിലെ യാതൊന്നും വേണ്ട, അങ്ങയെ മാത്രം മതി. ഞാൻ അങ്ങയുടെ പ്രപഞ്ചത്തെ, ഈ ലോകത്തിലെ ഒന്നിനെയും എനിക്ക് ആഗ്രഹമില്ല, അങ്ങ് മാത്രം മതി. അപ്പം ഇത് കേൾക്കുന്ന നിരീശ്വരവാദി അവൻ പറയുകയാണ്, എനിക്ക് ഈശ്വരൻ എന്ന് പറയുന്ന അങ്ങയെ വേണ്ടേ വേണ്ട, എനിക്ക് ഈ പ്രപഞ്ചം, ലോകം മാത്രം മതി. ഞാൻ ഈ ലോകത്തെയാണ് അനുഭവിക്കുന്നത്. എനിക്ക് എൻ്റെ മുന്നിൽ ലോകമേ ഉള്ളൂ, എനിക്ക് ലോകം മാത്രം മതി. അതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉടമ എന്ന് പറയുന്ന ഒരു ഉടമയെയും എനിക്ക് ആവശ്യമില്ല. ഈ രണ്ട് പ്രാർത്ഥനയും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളെ പോലെയാണ്. എനിക്ക് അങ്ങയെ മാത്രം മതി, ലോകത്തെ വേണ്ട എന്ന് പറയുന്നവനും, എനിക്ക് ലോകത്തെ മാത്രം മതി, അങ്ങയെ വേണ്ട എന്ന് പറയുന്നവനും, രണ്ടുപേരും ഗുരുവിൻ്റെ ഭാഷയിൽ ഗുരുവിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തിയാൽ രണ്ടുപേർക്കും ഓരോ അടി കൊടുത്തിട്ട് പറയും പോയിക്കോളാൻ. തള്ളുകയോ കൊള്ളുകയോ ചെയ്യാതെ ഈ വിശ്വത്തെ അതായി കാണുന്ന, അതാണല്ലോ ഭഗവാന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. ഭഗവാൻ യുദ്ധത്തിനെ അനുകൂലിക്കുകയോ യുദ്ധത്തിനെ പ്രതികൂലിക്കുകയോ ചെയ്യുന്നില്ല. യുദ്ധത്തിന് ആൾ അനുകൂലമല്ല, എന്നാൽ യുദ്ധത്തിന് ആൾ എതിരുമല്ല. ഇതാണ് ജ്ഞാനിയുടെ നില, യതിയുടെ നില. മഹാഭാരതത്തിലെ യതിയുടെ നില ഒരൊറ്റ ആൾക്കേ കാണൂ, കൃഷ്ണന്, വേറെ ആർക്കും കാണില്ല. യുദ്ധത്തെ സ്നേഹിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും ഒരു ആയുധം കയ്യിൽ കരുതിയേനെ, ഒരു വടിക്കഷ്ണമെങ്കിലും. അത് വെറുതെ കുതിരയെ തളിക്കാൻ മാത്രമാണ്. നിങ്ങൾ ചിന്തിക്കരുത് ചക്രം എടുത്തില്ലേ എന്നൊക്കെ, അത് കഥ വേറെയാണ്. ചക്രം എടുപ്പിച്ചു തന്നെ നമ്മളെ കൊണ്ട് ഇത് ചിന്തിപ്പിക്കാനാണ്. അദ്ദേഹത്തിന് ആയുധമില്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടി തന്നെയാണ്. ഇത്തരത്തിലുള്ള ഒരു യതിയെയാണ് ഭാരതീയ ആചാര്യന്മാർ നമ്മുടെ മുന്നിൽ വെച്ചത്. ഇവിടെ ത്യാഗം എന്നത് പൂർണ്ണമായ എന്താ ഇവിടെ ത്യജിക്കുന്നത്? യജ് ധാതുവിന് എന്താ പറയുന്നത്? ഇതം ന മമ, ഇത് എൻ്റേതല്ല എന്ന് മാത്രം ത്യജിച്ചാൽ മതി. ഞാനെന്നും എൻ്റേതെന്നും, ഇതാണ് ഏറ്റവും വലിയ പൊല്ലാപ്പ്. അതുകൊണ്ട് എനിക്ക് അങ്ങയെ മാത്രം മതി, എനിക്ക് വേറൊന്നും വേണ്ട എന്ന് പറയുമ്പം തന്നെ ഈശ്വരനെ ഭാഗിച്ചു. രണ്ടുപേരും ഭാഗം വയ്ക്കുകയാണ്. അതുകൊണ്ട് ഭാഗം വയ്ക്കാതെ ഒരു പൂർണ്ണനായ മനുഷ്യനെയാണ് ഇവിടെ യതി എന്ന് അവതരിപ്പിക്കുന്നത്. പൂർണ്ണനായിട്ടുള്ളവൻ, പ്രപഞ്ചത്തെ പൂർണ്ണമായി സ്വീകരിക്കുന്നവന്, എന്തും സ്വീകരിക്കാൻ സന്നദ്ധനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ടുള്ള ഒരാൾ. അതാണ് ആവശ്യം എന്ന് പറയുക. അവിടെയാണല്ലോ ഭഗവാൻ സർവധർമാൻ പരിത്യജ്യ എന്നൊക്കെ പറയുന്നത് അവിടെയാണ്. അവിടെ നിന്ന് വേണം നമുക്കതിനെ മനസ്സിലാക്കാൻ. നമുക്ക് നോക്കാം, മുന്നോട്ട് പോവാം. ഗംഭീരങ്ങളായിട്ടുള്ള ശ്ലോകങ്ങൾ ഇനി ഇങ്ങനെ വരികയാണ്, നോക്കാം. അഴലെഴുമഞ്ചി തളാർന്നു രണ്ടു തട്ടായി ചുഴലും അനാദി വിളക്കു തൂക്കി ആത്മാ നിഴലുരുവായെരിയുന്നു നെയ്യതോ മുൻപഴകിയ വാസന വൃത്തിയത്രേ. അഴലെഴും അഞ്ചിതളാർന്ന് രണ്ടു തട്ടായി ചുഴലും അനാദി വിളക്ക്.
ചുഴലും അനാദി വിളക്ക്. ഇതാണ് അഴലെഴും. അഴൽ തീനാളം, അഗ്നിയുടെ നാളം എങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. 5 ഇതളാർന്ന്, 5 തിരികളുള്ള ഒരു അഗ്നി നിലവിളക്ക്, 2 തട്ടായി 2 തട്ടുകളുള്ള ചുഴലും അനാദി വിളക്ക്. അതെങ്ങനെയാണ്? കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആദിയും അന്തവുമില്ലാത്ത ഒരു വിളക്കാണ്. എന്ന് തുടങ്ങി, എവിടെ തുടങ്ങി, എപ്പോഴാണ് അവസാനം എന്നൊന്നും ചോദിച്ചാൽ ഇല്ലാത്ത ഒരു നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഒന്ന് ഉപമിക്കുകയാണ്. ഇങ്ങനെ അനാദി വിളക്ക് തൂക്കി ആത്മാ, ഇതിങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് പോലെയാണ് ആത്മാ. ഇങ്ങനെയൊന്നും ആണ് ആത്മാവെന്ന് ചിന്തിച്ചേക്കരുത്. കാരണം ഗുരു ഒരു ഉദാഹരണം പറഞ്ഞിട്ട് നമ്മളെ മനസ്സിനെ ഒന്നിങ്ങനെ കൊണ്ടുപോവുകയാണ്. അനാദി വിളക്ക് തൂക്കി ആത്മാ നിഴലുരുവായി, നിഴൽ പ്രതിബിംബിക്കുന്ന, അതായത് പ്രതിബിംബമാണ് നിഴൽ, നമ്മുടെ പ്രതിബിംബം നിഴൽ തന്നെയാണ് എന്ത്? ഉരു, ശരീരമായിട്ട്. അപ്പം നിഴലിനെ തന്നെ ശരീരമാക്കി ഉരുവായി എരിഞ്ഞുകൊണ്ടിരിക്കുക. ഇതിൽ എരിയാനുള്ള ഇന്ധനമാകുന്ന നെയ്യ് അതോ ആ വിളക്കിൻ്റെ, ഈ കത്തുന്ന വിളക്കിൻ്റെ നെയ്യ് എന്താണ്? നെയ്യതോ മുൻ പഴകിയ വാസന, പൂർവ ജന്മ ആർജിതമായിട്ടുള്ള വാസന. അപ്പോൾ ഈ പൂർവ്വജന്മാർജിതമാകുന്ന വാസന, അതാണ് ആജ്യം. അതുകൊണ്ടാണ് ഈ നെയ്യ് ഹോമിക്കുന്നത്. നെയ്യ് ഹോമിക്കുന്നതിൻ്റെ വളരെ സിംബോളിക്കാണ്. നെയ്യ് ഹോമിക്കുന്നതിൻ്റെ താല്പര്യം എന്താണ്? വാസനകളെയാണ് ഞാൻ നെയ്യായി അഗ്നിയിൽ ഹോമിക്കുന്നത്. എന്നിട്ട് ആ നെയ്ക്ക് മുൻപുള്ള വാസനയാണ് അതിൻ്റെ പഴകിയ വാസന, മുൻ പഴകിയ വാസന വർത്തി വൃത്തിയത്രേ. അതിലെ തിരി എന്താണ്? നമ്മുടെ മനസ്സും ശരീരവുമാകുന്ന അതിൻ്റെ സാമ്യപ്പെടലാകുന്ന വൃത്തികളാണ്, ചിന്തകളാണ് എന്ന് പറയും. ഇത് കുറച്ചുകൂടെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, നാം ആകുന്ന ശരീരം, നമ്മളൊക്കെ ജന്മം എടുത്തു. ആ ജന്മം എടുക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ കർമ്മം. ആ കർമ്മത്തിന് കാരണമായിട്ട്, കർമ്മത്തിന് പ്രേരകമായിട്ടുള്ളത് എന്താണ്? ആഗ്രഹങ്ങളാണ്, വാസനയാണ്. അപ്പോൾ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് കർമ്മങ്ങളുണ്ടായി. ആ കർമ്മങ്ങൾക്ക് കാരണമായിട്ടുള്ളത് തന്നെ വാസന. ആഗ്രഹമാണ് നമ്മളെ കൊണ്ട് ഓരോ കർമ്മം ചെയ്യിക്കുന്നത്. അപ്പം കർമ്മജന്യം, സത്കർമ്മജന്യം എന്നാണ് നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറയുന്നത്. മോശപ്പെട്ട കർമ്മം എന്നല്ല, സത്കർമ്മത്തിൽ നിന്ന് ജന്യമാണ്. അങ്ങനെ സത്കർമ്മത്തിൽ നിന്ന് ജന്യമായ നമ്മൾ പിന്നെ എന്തൊക്കെ ചെയ്യുന്നു? വീണ്ടും കർമ്മം ചെയ്യുന്നു. ഈ കർമ്മം ചെയ്യാൻ നമുക്ക് പ്രേരകമായി ഇവിടെ അഗ്നി ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നെയ്യുള്ളത് കൊണ്ടാണ്. അപ്പം നമ്മുടെ കർമ്മങ്ങളുടെ മുഴുവൻ ഊർജം നമ്മുടെ വാസനകളാണ്. നമുക്ക് ഓരോന്നും നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നത് എന്താണ്? വാസന ഉള്ളത് കൊണ്ടാണ്. വാസന എന്ന് പറഞ്ഞാൽ ഗന്ധം എന്നല്ല, നമുക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പ്രേരക ശക്തിയെയാണ് ഇവിടെ വാസന എന്ന് പറയുന്നത്. അപ്പം നിങ്ങളിവിടെ പ്രഭാഷണം കേൾക്കാൻ വന്നത് നിങ്ങളുടെ വാസനയാണ്. ശ്രവണവാസന, ശ്രവിക്കാനുള്ള, അറിയാനുള്ള ഒരു വാസന. നായ കടിച്ചത് എന്തുകൊണ്ടാണ്? നായയുടെ വാസന എന്ന് പറഞ്ഞാൽ നായയിൽ സഹജമാണ്, അതിനെ ചവിട്ടിയാൽ അത് കടിക്കും എന്നുള്ളത്. ഇങ്ങനെ ഓരോന്നിൽ സഹജമായി ഇരിക്കുന്നതുണ്ട്. അപ്പം നമ്മെ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് വാസനകളാണ്. അപ്പം ഈ വാസനകളെ ഒടുക്കിയാലേ ജന്മം ഒടുങ്ങൂ എന്നാണ് ഭാരതീയ ചിന്ത. അതുകൊണ്ട് വാസന ഒടുക്കാതെ ജന്മം ഒടുക്കാൻ പറ്റില്ല. ഇപ്പം ഇവിടെ പറയുന്നത് ഈ അഗ്നിയിലെ ഒരു പ്രതിബിംബമാണ് നമ്മൾ എന്നാണ്. അതുകൊണ്ട് ഇവിടെ എന്ത് വേണം? ഗുരു പറയുന്നത് ഇത് ഇത്രയും ആലോചിക്കാൻ പറയാം. മുൻ പഴകിയ വാസന വൃത്തി അത്രേ. മുൻകാലങ്ങളിൽ ആർജിച്ചിട്ടുള്ള പഴക്കം ചെന്ന വാസനകളാണ് നമ്മളെ ഇപ്പം ഒരു ജന്മം എടുക്കാൻ പ്രേരിപ്പിച്ചത്. അപ്പം ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്താ നമ്മുടെ സ്വാതന്ത്ര്യം? ഇനി ജനിക്കണോ ജനിക്കണ്ടേ, ഇനിയും നെയ്യാവണോ നെയ്യാവണ്ടേ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തോന്നുകയാണ് മതി, ഇനി ജന്മം വേണ്ടാന്ന് തോന്നുന്നു. കാരണം മതിയായി, കാണേണ്ടതൊക്കെ കണ്ടു, കേൾക്കേണ്ടതൊക്കെ കേട്ടു, ഇനി പ്രത്യേകിച്ച് കാണാനും കേൾക്കാനും ഒന്നുമില്ല. അങ്ങനെ ഒരു ചിന്ത. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇനി ജനിക്കാം ജനിക്കാതിരിക്കാം, എന്നെ സംബന്ധിച്ച് അതൊന്നൊരു വിഷയമല്ല,
ഈ ഭൂമിയിൽ എത്ര വേണമെങ്കിലും എങ്ങനെയൊക്കെ വേണമെങ്കിലും ഞാൻ ജനിക്കാൻ റെഡിയാണ്. ഈ ഒരു ചിന്ത വാസന ഇല്ലായ്മയാണ്. അങ്ങനെയാവാം. അതല്ല ഒരാൾ അയാളുടെ കർമ്മം. അതുകൊണ്ടാണല്ലോ ഈ അവസാന കാലത്ത് കിടക്കുന്ന ഒരാളെ അദ്ദേഹം പള്ളിയിലൊന്നും പോവാറില്ലായിരുന്നു. അത്ര ഒരു ക്രിസ്തു മതവുമായിട്ട് ആ മതത്തിൽപ്പെട്ട ഒരാളുടെ ഒരു കഥയായിട്ടാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പം അദ്ദേഹം നല്ല കാലത്തൊന്നും ചർച്ചിൽ പോവുകയെ ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥന നടത്തുകയൊന്നും ചെയ്യില്ലായിരുന്നു എന്നാണ്. പക്ഷേ അവസാനം രോഗിയായി ഇങ്ങനെ കിടക്കുമ്പം കുട്ടികളൊക്കെ നല്ല വിശ്വാസികളാണ്. അപ്പോൾ കുട്ടികൾക്ക് തോന്നി ഈ അച്ഛൻ ഇങ്ങനെ അവസാനം ഒരു ഈശ്വര ചിന്ത പോലും ഇല്ലാതെ വിട്ടുപോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഇനിയും ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലേ, നരകത്തിൽ പോകേണ്ടി വരില്ലേ എന്നൊക്കെ ചിന്തിച്ചു എന്നാണ്. അപ്പോൾ അവർക്ക് തോന്നി ഇങ്ങനെ എന്തായാലും പള്ളിയിൽ പോയിട്ട് അച്ഛനോട് പറഞ്ഞിട്ട് ആ അച്ഛനെ ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാം, എന്നിട്ടെങ്കിലും ഇദ്ദേഹത്തിന് നല്ല ഇത് ബുദ്ധി ഉപദേശിച്ച് കൊടുക്കാം. അങ്ങനെ ഫാദർ വീട്ടിൽ വന്നു എന്നാണ്. അങ്ങനെ ഫാദർ വീട്ടിൽ വന്നപ്പോൾ ഫാദറിന് അദ്ദേഹത്തിന് ഇറ്റലിയിലൊക്കെ പോയപ്പോൾ പോപ്പ് കൊടുത്തിട്ടുള്ള വളരെ വിശേഷപ്പെട്ട സ്വർണത്തിൻ്റെ ക്രിസ്തുവിൻ്റെ രൂപം ഉണ്ടായിരുന്നു കുരിശിൽ. അപ്പോൾ അവിടുന്ന് ബ്ലസ് ചെയ്ത് കൊടുത്ത് വിട്ടതാണ്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഏതായാലും ഇതൊന്ന് കൊടുത്ത് അദ്ദേഹത്തിനെ നന്നാക്കി എടുക്കാം എന്ന്. ഇദ്ദേഹത്തിൻ്റെ പഴയ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണം പണയത്തിന് എടുത്ത് പണം കടം കൊടുക്കുന്ന ഏർപ്പാടാണ്. അപ്പോൾ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് അച്ഛൻ ഈ രൂപം എടുത്ത് കയ്യിലേക്ക് വെച്ച് കൊടുത്തു. അപ്പോൾ അത് ശരിക്കും അങ്ങോട്ട് ക്രിസ്തുവിൻ്റെ കാല് മുതൽ അങ്ങോട്ട് തുടങ്ങി മൂപ്പര് മുകളിലേക്ക് മൊത്തത്തിൽ നല്ല 2-3 പ്രാവശ്യം ചെയ്തപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. എല്ലാവരും പറഞ്ഞു, കണ്ടോ നിങ്ങൾ എന്താ അച്ഛനെ കുറിച്ച് പറഞ്ഞത്, അദ്ദേഹത്തിന് യാതൊരു ഇതുമില്ല, കണ്ടോ ആ രൂപം, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആ രൂപമുണ്ട്. മറിയത്തിൽ പോലും ഇത്ര ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം അത്രയും നന്നായിട്ട് അദ്ദേഹം കൈകളൊക്കെ അങ്ങനെ ബ്രെയിൽ നോക്കുന്നത് പോലെ അദ്ദേഹം അങ്ങനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ജോസഫെ ഒരു 350 രൂപ കൊടുത്തേക്കാൻ പറഞ്ഞാൽ 350 രൂപയ്ക്കൊക്കെ ഉണ്ട് പണയത്തിന് എടുക്കാമെന്ന് പറഞ്ഞു. ഇവർ പിടിച്ചു നോക്കി പറഞ്ഞു അതിൽ സ്വർണ്ണം എത്ര ഉണ്ട്. അതോടുകൂടി കഴിഞ്ഞു എന്നാണ് പറഞ്ഞ കഥ. അപ്പം അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള ഗതി എന്താണെന്ന് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ ഒട്ടും വൈകാതെ തന്നെ ഇതിൻ്റെ തീർപ്പിനായിട്ട് അടുത്തതൊക്കെ എടുക്കാൻ വേണ്ടി വരേണ്ടതുണ്ട് എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഒരു ബസ്സിൽ നമ്മൾ കയറി ഒരു സ്ഥലത്തേക്ക് പുറപ്പെടുമ്പം ബസ് വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയാൽ നമ്മൾ അടുത്ത ബസ്സിൽ ഓടിക്കയറുന്നത് പോലെയാണ് അത്രേ നമ്മുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനായിട്ട് നമ്മൾ ജന്മം എടുത്ത് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ചിലരെ സംബന്ധിച്ച് അങ്ങനെയല്ല. ചിലർ ബസ് ബ്രേക്ക് ഡൗൺ ആയാലും അവരവിടെ തന്നെ നിൽക്കും, അവർ വേറെ ബസ്സിലൊന്നും പോവില്ല, അവരവിടെ എങ്ങനെ നിൽക്കും. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിർത്താം, മതിയാക്കാം. അതല്ല, തുടരണമെങ്കിൽ തുടരാം. ഈ ആശയത്തെ കുറേയും കൂടെ വ്യക്തമാക്കുന്നുണ്ട് വരും ശ്ലോകങ്ങളിൽ. വളരെ വളരെ രസകരമായിട്ടുള്ള ഹൃദ്യമായിട്ടുള്ള ശ്ലോകങ്ങൾ ഗുരുദേവൻ മുൻപിലേക്ക് പറയുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ആത്മോപദേശ ശതകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ആത്മാവിനെ തൊട്ട് കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആത്മാവിലേക്ക് ഞാൻ ആത്മാവാണ് എന്ന സത്യത്തെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി പല പ്രകാരത്തിലുള്ള ഉദാഹരണങ്ങളും അല്ലെങ്കിൽ ചോദ്യങ്ങളും സ്വയം നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ആത്മവിചാരത്തിനായിക്കൊണ്ടുള്ള രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കണം. അപ്പം ഇവിടെ ആത്മാവിനെ, അതിൻ്റെ പ്രതിബിംബമായിട്ടുള്ള ജീവൻ അല്ലെങ്കിൽ ശരീരത്തെ ഇവിടെ 2 തട്ടായ വിളക്കായി ഉപമിക്കുകയും അതിൻ്റെ ഒരു നിഴലായി നിന്നുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കണം. ഉപമകളാണെന്ന് പറയാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ നിഴലിനെ വിസ്മരിച്ച് ആ നിഴലിന് നിദാനമായി നിലകൊള്ളുന്ന പ്രകാശത്തിലേക്ക് ശ്രദ്ധിക്കാനാണ് പറയുന്നത്. നിഴലിനെ ഉപേക്ഷിച്ചേക്കും, മറിച്ച് പ്രകാശത്തെ സ്വീകരിക്കാമെന്ന് പറയാം. അപ്പം ഇവിടെ പറഞ്ഞു വന്നത് നിഴലിനെ ഉപേക്ഷിക്കുക, നിഴലിന് ആധാരമായിട്ടുള്ള സത്യത്തിലേക്ക് നമ്മുടെ
ശ്രദ്ധയെ കേന്ദ്രീകരിപ്പിക്കുക. നമുക്ക് നോക്കാം മുൻപിലേക്കുള്ള ശ്ലോകങ്ങൾ. ഇതെല്ലാം തന്നെ ഓരോ ശ്ലോകങ്ങളും ഒന്നൊഴിയാതെ ഏതാണ് നമ്മളെ അനുഗ്രഹിക്കാൻ പോകുന്നത് ആ വിധത്തിൽ അതിനെ എങ്ങനെ ഒന്ന് നമുക്ക് തന്നെ ട്യൂൺ ചെയ്തെടുക്കുക എന്ന് പറയും. വെറുതെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുക. മനസ്സിലാവുന്ന വാക്കുകളൊക്കെ ഉള്ള ശ്ലോകങ്ങളെ ഹൃദിസ്ഥമാക്കുക. ക്രമത്തിലല്ലെങ്കിലും ഇതിൽ ഇതുവരെ ചർച്ച ചെയ്തിട്ടുള്ളത് ഏതാണ് നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത്, ഹൃദ്യമായിട്ടുള്ളത്, അതിനെ അങ്ങോട്ട് പിടിക്കുക എന്ന് പറയും. എന്നാൽ രക്ഷപ്പെടും. നോക്കാം. അഹമിരുളൽ അന്ധരായി നാം അഹമഹമെന്നറിയാതിരുന്നിടേണം. അറിവതിനാൽ അഹം അന്ധകാരമല്ലെന്നറിവതിനിങ്ങനെയാർക്കുമോ ഇടേണം. അഹം ഇരുളല്ല, ഇരുളാകിൽ നാം അന്ധരായി അഹമഹമെന്ന് അറിയാതിരുന്നിടേണം. ഇപ്പം നമ്മളോട് പറയണു, ആരാണ് നമ്മൾ? ഇപ്പോൾ വെറുതെ ആചാര്യന്മാർ പറയുകയാണോ നീ ബ്രഹ്മമാണ് എന്ന്? കാരണം ഇതിനെക്കുറിച്ച് ഒരുപാട് വിമർശനങ്ങളുണ്ട്. എന്താണെന്നറിയോ, ഈ ആചാര്യന്മാർ, പൂർവന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർ, ഇവരെ അപസ്മാര രോഗികളെന്ന് പറയുന്നുണ്ട് ഒരു കൂട്ടർ. അപ്പം അവരെ നമുക്ക് ന്യായീകരിക്കണോ ന്യായീകരിക്കേണ്ടേ എന്നുള്ളത് വിട്ടേക്കാം. അപ്പം ആചാര്യന്മാർ നമ്മളോട് പറയുന്നു, നിങ്ങളതാണ്, നിങ്ങളാ സത്യമാണ് എന്ന് പറയാം. അപ്പം അത് പറഞ്ഞ് അവർക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് നമ്മുടെ പുരോഗമനവാദികൾ പറയുന്നത്. അപ്പം അതെങ്ങനെയാണ്? ഗുരു അതിനൊരു വെല്ലുവിളി നടത്തുകയാണ് ഇവിടെ. നിങ്ങളതാണ് എന്നുള്ളതിൽ ഒരു വെല്ലുവിളി. നിങ്ങളതിന് തയ്യാറുണ്ടോ? നിങ്ങൾ ആരാണ് എന്ന് അന്വേഷിക്കാൻ? അതുകൊണ്ട് നമുക്ക് ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയാണെങ്കിൽ ഇതാ ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? അഹം ഇരുളല്ല, ഇരുളാകിൽ നാം അന്ധരായി. അഹം എന്ന് പറയുന്ന ഞാൻ എന്ന ബോധം എന്തല്ല? ഇരുളല്ല എന്ന് പറയാം, അവ്യക്തമല്ല. ഇതിലാണ് ഒരു വിചാരശാഖ ഇവിടെ രൂപപ്പെട്ടിട്ടുള്ളത്. ശൂന്യവാദം എന്ന് പറയും. ശൂന്യവാദം ബുദ്ധമതത്തിന് ശേഷം അല്ലെങ്കിൽ ബുദ്ധന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം അത് വളരെ ശക്തമായിരുന്നു ഒരു കാലത്ത്. ശൂന്യത്തിൽ നിന്നാണ് ഈ വിശ്വം ആവിർഭവിച്ചത് എന്ന്, അല്ലെങ്കിൽ ശൂന്യമാകുന്നു സത്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായ്മ. അങ്ങനെ വളരെ വേദാന്തത്തിൽ ഈ ശൂന്യവാദത്തെ ഭഗവത്പാദർ തൻ്റെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിലും ഗീതാഭാഷ്യത്തിലും ഉപനിഷത്ത് ഭാഷ്യത്തിലും ഒക്കെ ഖണ്ഡിക്കുന്നുണ്ട് വളരെ മനോഹരമായിട്ട്. അപ്പം അതിൽ കുറേ ചോദ്യങ്ങളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പം ശൂന്യത്തിൽ നിന്ന് എങ്ങനെയാണ് സൃഷ്ടി ഉണ്ടായത്? അതിന് ഉദാഹരണങ്ങളൊക്കെ നല്ല രസമാണ്. ചാണകത്തിൽ നിന്ന് പുഴു ഉണ്ടായത് എങ്ങനെ എന്നൊക്കെയാണ് ചോദ്യം. ചാണകം ഈ ചാണകം പശു ഇട്ടിട്ടുള്ള ചാണകം ഉണ്ടല്ലോ, ഈ ചാണകം കുറച്ച് കാലം ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ കിടക്കും. അത് പിന്നെ അത് മറച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൽ വലിയ പുഴു ഉണ്ടാവും, ഒരു പ്രത്യേക പുഴു. ഈ കാക്കയൊക്കെ അതിനെ തിന്നും. അങ്ങനെയുള്ള ഉദാഹരണങ്ങളും മറ്റും നിരത്തിയിട്ട് അപ്പോൾ ബുദ്ധനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അങ്ങ് അറിഞ്ഞ സത്യം? ബുദ്ധൻ മിണ്ടാതിരിക്കുന്നുണ്ട്. താൻ അറിഞ്ഞതിന് പറയാതെ വരുന്ന സമയത്ത് അപ്പോൾ അതിൽ നിന്ന് ഒരു നിഗമനമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്ര ചില ശാഖ അവരാണ് ശൂന്യവാദത്തിൻ്റെ ഉപജ്ഞാതാക്കൾ. അപ്പം ഇവിടെ ഗുരു പറയുന്നത് ശൂന്യമാണോ ഞാൻ? അല്ല എന്ന് പറയാം. അതുകൊണ്ട് കഠോപനിഷത്തിൽ പറയും, ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യശ്ച പരം മനഃ മനസസ്തു പരാബുദ്ധി ബുദ്ധേരാത്മാൻ മഹാൻ പരഃ മഹത പരമവ്യക്തം. അവ്യക്തം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്, വ്യക്തമല്ലാത്ത ശൂന്യം എന്ന് പറയുന്ന അവ്യക്തം. അവ്യക്താത് പരപുരുഷ പുരുഷാന്ന പരം കിഞ്ചിത് സാ കാഷ്ടാ പരാഗതി. അപ്പം അതിൻ്റെ ഒരു കണക്കുണ്ട്. ആ പരംപുരുഷൻ, അഹമെന്ന ബോധം, അതാണ് ഞാൻ, അല്ലാതെ അവ്യക്തമല്ല. ഇവിടെ ഞാൻ ആരാണ്? അഹം ഇരുളല്ല, ഞാൻ അജ്ഞാനമല്ല, ഞാനൊന്നുമല്ല. ഇപ്പം നിദ്രയിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ ഞാൻ എന്താണ് എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന്. ആ അറിവില്ലായ്മയല്ല ഞാൻ, മറിച്ചോ അറിവാണ്. ഗുരു പറയുന്നു, അഹം ഇരുളല്ല, ഇരുളാകിൽ നാം അന്ധരായി.
ഇനി അഥവാ നാം ഇരുളായിരുന്നു എങ്കിൽ, അജ്ഞാനമായിരുന്നു എങ്കിൽ നാം അന്ധരായി, നമ്മളൊക്കെ തന്നെ അറിവില്ലാത്തവരാകുമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അഹമഹമെന്ന് അറിയാതിരുന്നിടേണം. അപ്പം എനിക്ക് എന്തില്ല? അഹമഹമെന്ന് ഞാൻ അറിയുന്നില്ല, ഞാൻ അറിയാതിരിക്കണം. നോക്കൂ, നമ്മുടെ അനുഭവം എടുത്ത് പരിശോധിക്കൂ. എന്താ നമ്മുടെ അനുഭവം? നമുക്ക് 3 അനുഭവങ്ങളുണ്ട്. ഈ ഒരൊറ്റ ശ്ലോകത്തെ വിചാരം ചെയ്താൽ മതി, ഞാനിനെ പിടികിട്ടും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ള എൻ്റെ 3 അവസ്ഥയിലെ ഒന്നാമത്തെ അവസ്ഥ, ഞാൻ കണ്ടു, ഞാൻ കേട്ടു, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാണുന്നു. നിങ്ങളിപ്പോൾ സ്വാമിയെ കാണുന്നുണ്ട്, ഒപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ട്. അപ്പം ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു. ഇനി നിങ്ങൾ വല്ല ചോക്ലേറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ ഞാൻ രുചിക്കുന്നു എന്ന് പറയാം. അടുത്തിരിക്കുന്നവർ നിങ്ങളെ, അല്ലെങ്കിൽ കുട്ടി മോൻ പറയാണ് അമ്മേ പോവാം എന്ന് പറഞ്ഞിങ്ങനെ തോണ്ടുന്നുണ്ടെങ്കിൽ അതും നിങ്ങളറിയും. സ്പർശനം. ഇങ്ങനെ ഞാനുമായി ചേർത്ത് ഈ 5 അനുഭവങ്ങളെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വർത്തമാനകാലത്തിൽ. ജാഗ്രത അവസ്ഥ എന്ന് പറയുന്നിടത്ത് ആരുണ്ട്? ഞാനുണ്ട്. ഇവൻ വളരെ പ്രധാനപ്പെട്ടവനാണ്, നിസാരനല്ല. നമ്മളിങ്ങനെ പറയുമെങ്കിലും നമ്മൾ അതിനെ ഒന്ന് ആലോചിക്കണം. അപ്പം ഞാൻ കണ്ടു എന്ന് പറയുമ്പം ഞാൻ ആരാണ്? ഞാൻ കാഴ്ചയാണോ? അല്ല. ഞാൻ ഇന്ദ്രിയമാണോ? അല്ല. പിന്നെയോ ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ കാഴ്ചയെ, ഈ കേൾവിയെ, ഇതിനെയൊക്കെ ഞാൻ രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഇവിടെ വന്നിരിക്കുമ്പോൾ റോട്ടിൽ അവിടെ നിന്ന് അതിൽ വഴി വന്നവരാണെങ്കിൽ അവിടെ എന്തോ ഒരു പാർട്ടിയുടെ സമ്മേളനത്തിന് കസേര ഇട്ടിട്ടുണ്ട്, അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ടെന്ന് തോന്നുന്നത്. ഞാൻ കണ്ടതാണ്, അവിടെ എന്തോ ഒരു പരിപാടി ഉണ്ട്, അത് നമ്മൾ പറയുന്നു ഞാൻ. ഇനി ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുന്നു. സ്വപ്നം കാണുമ്പോഴും ഞാൻ ആരാണ്? സ്വപ്നത്തിൽ എനിക്ക് ഇടി കിട്ടുന്നുണ്ട്, എന്നാലും ഞാൻ നിസ്സഹായനായിട്ട് കൊള്ളുകയാണ്. സ്വപ്നത്തിലല്ലേ, എത്ര വേണമെങ്കിൽ ഇടിച്ചോളൂ എന്ന് നമ്മൾ പറയുന്നുണ്ടോ? ഇല്ല. കാരണം അവിടെ നിന്ന് ഇടി കിട്ടുമ്പോഴും വളരെ വിഷമമുണ്ട് നമുക്ക്. കേട്ടിട്ടുണ്ട് സ്വപ്നത്തെക്കുറിച്ച് പറയുന്നത്. 2 പേര് സൈക്കിളിൽ ഡബിൾ വെച്ച് സൈക്കിളെ ഒട്ടി പോകുമ്പോൾ പോലീസ് പിടിച്ചു എന്നാ. പോലീസ് പറഞ്ഞു 25 രൂപ ഉണ്ടെങ്കിൽ വിടാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു എത്ര? സാറേ 10 രൂപയേ ഉള്ളൂ എന്ന്. അദ്ദേഹം പറഞ്ഞു പറ്റില്ല, 25 തന്നെ വേണമെന്ന്. അവൻ പറഞ്ഞു ഇത് മേടിച്ചോളൂ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഉണരും, ഉണർന്നാൽ ഇതും കിട്ടില്ല എന്ന്. കാരണം സ്വപ്നത്തിലാണ്. അപ്പം സ്വപ്നത്തിൽ കൈക്കൂലിയിൽ അല്ലെങ്കിൽ കുറവും കൂട്ടലും ബാർഗൈനിങ് സ്വപ്നത്തിൽ നടക്കില്ല. അപ്പം സ്വപ്നം അനുഭവിക്കുന്നവനെ സംബന്ധിച്ച് ആരാണോ സ്വപ്നം കാണുന്നത്, അതുകൊണ്ട് ആ സ്വപ്നം കാണുന്നവനും സ്വപ്നത്തിൽ കഥാപാത്രമാണ്, പക്ഷെ മാറി നിന്നിട്ട് ആ സ്വപ്നം കണ്ടത്. അതുകൊണ്ടാണ് എനിക്ക് എന്ത് പറയാൻ സാധിച്ചത്? ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു എന്ന്. അത് ഏതുപോലെയാണ് എന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങോട്ട് വരുമ്പം ആ കവലയിൽ കസേരയും മൈക്കും ഒക്കെ വെച്ച് കൊടിയൊക്കെ വെച്ചത് കണ്ടതുപോലെ തന്നെയാണ് ഞാൻ സ്വപ്നം കണ്ടത്. ഒരു മാറ്റവും ഇല്ല. ഇത് ഭയങ്കര ഇതിനെ 3 അവസ്ഥയെ വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ എന്ന് പറയുക. ഇനി 3ാമത്തേതാണ് നമ്മൾ പറയുന്നത്, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന്. അതെപ്പോഴായിരുന്നു? നല്ല കൂർക്കം വലിച്ച് ഉറങ്ങുന്ന സമയത്ത്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ എന്തൊക്കെയോ അടുത്ത വീട്ടിലൊക്കെ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ആൾക്കൂട്ടം ആരോ മരിച്ചതാണ്, രാത്രിയായിരുന്നു മരിച്ചത്, ഹോസ്പിറ്റലിൽ നിന്നൊക്കെ കൊണ്ടുവന്നു, രാവിലെ ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴുണ്ട് അവിടെ ആൾക്കൂട്ടം. ഇതെന്തു പറ്റി? ഇന്നലെ അദ്ദേഹം മരിച്ചു എന്നാണ് തോന്നുന്നു, ആശുപത്രിയിൽ നിന്ന് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുറേ ആളുകൾ, ആംബുലൻസ്, അതും ഇതൊക്കെ ഇന്നലെ ബഹളം ഉണ്ടായിരുന്നു രാത്രി 12 മണിക്ക് എന്ന് ഭാര്യ ഭർത്താവിനോട് പറയുമ്പോൾ പറയാണ് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന്. ഇതാണ് ഇതിൽ ഏറ്റവും വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യേണ്ടത്. ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന ഈ ഞാൻ അറിവില്ലായ്മയാണോ? ഗുരു ചോദിക്കുന്നതാണ്. അറിവില്ലായ്മയാണോ? അല്ല, മറിച്ച് അറിവാണ്. അപ്പം ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് ഞാൻ അറിയുകയായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ അറിവില്ലായ്മയായിരുന്നു എങ്കിൽ എനിക്കതിനെ രേഖപ്പെടുത്താൻ പറ്റില്ല. അപ്പം ഞാൻ ആരാണ്? ശുദ്ധ ജ്ഞാനം, അറിവ്. അപ്പം എന്നിലാണ് ആ പ്രക്രിയ നടക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത്, സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ അതിന് വിശകലനം ചെയ്യാൻ പോകരുത് എന്ന് പറയുന്നത്.
പലരും എന്താണെന്നറിയാം, പൊലച്ചയ്ക്ക് കണ്ട സ്വപ്നത്തെക്കുറിച്ച് ജ്യോത്സ്യരോട് പോയിട്ട് എന്താ ജ്യോത്സ്യരെ അങ്ങനെ കണ്ടതെന്ന് പറഞ്ഞിട്ട് കാശ് കളയുക വെറുതെ. ഞാൻ സ്വപ്നം കണ്ടു, അത് ബലിക്കുകയോ, മോന് ആക്സിഡൻ്റ് ആവുന്നതാ കണ്ടത് സ്കൂട്ടറിൽ, ആ കണ്ട പൂർണ്ണമായിട്ട് പറയില്ല, പേടിയാണ്. ചിലപ്പോൾ ഇടിച്ച് മകൻ തെറിച്ച് പോകണതൊക്കെ ചിലപ്പോൾ സ്വപ്നത്തിൽ കണ്ടേക്കാം. കാരണം എന്താ അങ്ങനെ കാണാൻ കാരണം? ഇത് തന്നെ ഓർത്ത് കിടന്നിട്ടാണ്. സ്വപ്നം എന്ന് പറഞ്ഞാൽ എന്താ? ജാഗ്രത അവസ്ഥായാം യത് ദൃഷ്ടം യത് ശ്രുതം തജ്ജനിത വാസനയ നിദ്രാസമയെ. ജാഗ്രത അവസ്ഥയിൽ കണ്ടതിനെയും കേട്ടതിനെയും ഒക്കെ നിദ്രാസമയത്ത് നമ്മളൊരു ലോകത്തെ സൃഷ്ടിക്കുന്നതാ സ്വപ്നം. അതിൽ നല്ല സ്വപ്നം ചീത്ത സ്വപ്നം എന്നൊന്നുമില്ല. സ്വപ്നം സ്വപ്നമാണ്. നമ്മൾ വിചാരിക്കും സ്വപ്നം, പാമ്പിനെ കണ്ടാൽ നല്ലതാണ്, പേപ്പട്ടിയെ കണ്ടാൽ മോശമാണ്. സ്വപ്നം. ഒരിക്കൽ ഗുരു രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു, അതിനെ ഒന്ന് വിശദീകരിക്കണം എന്ന് പറഞ്ഞു. 3 ശിഷ്യന്മാരുണ്ടായി. അപ്പോൾ ഇവർ 3 പേരും ഒന്ന് ശ്രദ്ധിച്ചു, എന്താ ഈ ഗുരു പറയണതെന്ന്. ഗുരു പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, നിങ്ങൾ അതിനെ ഒന്ന് വിശദീകരിക്കണം. അപ്പോൾ ഇതിലെ 1ാമത്തെ ശിഷ്യൻ പറഞ്ഞു, ഗുരു, പല്ല് തേക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, വെള്ളമൊക്കെ, ചൂടുവെള്ളമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, വരൂ പല്ല് തേക്കുമെന്ന് പറഞ്ഞു. ഗുരു പല്ല് തേക്കാൻ പോയി, പല്ല് തേച്ചു, മുഖമൊക്കെ കഴുകി, കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ഗുരു ഇതിനെക്കുറിച്ച് പറഞ്ഞു. പല്ല് തേച്ച് ഇത് കഴിഞ്ഞപ്പോൾ ഗുരുവിന് ഒരു കാപ്പി കുടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട്. അത്ര വെറൊരു കട്ടൻ ഇത് കുടിക്കുക. അപ്പോൾ വീണ്ടും ഗുരു പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, അതിനെ വിശദീകരിക്കാൻ. അപ്പം 2ാമത്തെ ശിഷ്യൻ പറഞ്ഞു, ഗുരു കാപ്പി റെഡി, വന്ന് കുടിക്കുമെന്ന്. കാപ്പി കുടി കഴിഞ്ഞിട്ട് വീണ്ടും ഗുരു ഇത് തന്നെ, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു, അതൊന്ന് വിശദീകരിക്കാൻ. 3ാമത്തവൻ പറഞ്ഞു, വെള്ളം ചൂടായിട്ടുണ്ട്, വേഗം കുളിച്ചു വരും. ഏതായാലും ഗുരു കുളിച്ചു വന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ വീണ്ടും ഇദ്ദേഹം ചോദിച്ചു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്, അതിനെ വിശദീകരിക്കാൻ. അപ്പോൾ അവർ 3 പേരും പറഞ്ഞു, എന്നാ ബ്രേക്ക്ഫാസ്റ്റ് തണിയണ്ട, വേഗം കഴിക്കുമെന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് തൃപ്തിയായി എന്ന് പറയും. നിങ്ങളിൽ ആരെങ്കിലും ഞാൻ കണ്ട സ്വപ്നത്തെ വിശകലനം ചെയ്യാൻ പുറപ്പെട്ടിരുന്നുവെങ്കിൽ നിങ്ങളെ ആ നിമിഷം ഞാൻ ഇവിടുന്ന് അടിച്ചിറക്കുമായിരുന്നു. നിങ്ങൾ പരീക്ഷ പാസ്സായി എന്ന് പറയും. കാരണം ഈ സ്വപ്നത്തിനെ വിശകലനം ചെയ്യാൻ, അതേസമയം വിശകലനം ചെയ്യേണ്ടത് ഏതിനെയാണ്? ഈ സ്വപ്നം കണ്ട ഞാനാര്, ഇതാണ്. അപ്പം ഇവിടെ ഗുരു ചോദിക്കുന്നത്, അഹം, ഞാൻ ഇരുളല്ല, ഞാൻ അറിവില്ലാത്തവനല്ല. അറിവില്ലായ്മ എന്ന് പറഞ്ഞാൽ ഞാൻ അജ്ഞാനമല്ല, മറിച്ച് ഞാൻ ആരാണ്? ശുദ്ധ ജ്ഞാനമാകുന്നു. ആ ശുദ്ധ ജ്ഞാനമായതുകൊണ്ടാണ് എനിക്ക് എന്തുണ്ടായിട്ടുള്ളത് പറയുന്നു. അഹമഹം എന്ന് അറിയാതിരുന്നിടേണം. ഞാൻ അറിയില്ലായിരുന്നു, മറിച്ച് അറിവതിനാൽ ഞാൻ എന്നുള്ള ആ അറിവതിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അഹം അന്ധകാരമല്ലെന്ന്, ഞാൻ അജ്ഞാനമോ അറിവില്ലായ്മയോ അല്ലെന്ന് അറിവതിന്, അത് എന്താ അറിഞ്ഞിരിക്കാൻ വേണ്ടി എന്തു വേണം? ഇങ്ങനെ ആർക്കും ഓതിടേണം. ഇത്തരത്തിൽ ഇത് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുക. ഇതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ രമണ മഹർഷിയുടെ രമണാശ്രമത്തിൽ കളിക്കുന്ന കുട്ടിയിൽ ഒരു കുട്ടി എന്തോ ചെയ്തിട്ട് ഇങ്ങനെ ആ കുട്ടിയെ വഴക്ക് പറയുന്ന രക്ഷിതാക്കളോട് ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, ആരാ ഇത് ചെയ്തത് എന്ന്. അപ്പോൾ അവൻ പറയാണ്, അത്ര ഞാനല്ല, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് കുട്ടികൾ ഇങ്ങനെ പറയും, ഞാനല്ല എന്ന്. പക്ഷേ രക്ഷിതാക്കളെ സംബന്ധിച്ച് ഇവനാണിത് ചെയ്തത്, ഞാൻ കണ്ടതാണെന്ന് പറയാം. നമ്മൾ ചിലപ്പോൾ കുട്ടികളോട് ആ സത്യം പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലോ, നീ അല്ലേ, പിന്നെ ആരാ ഇത് ചെയ്തത്, അതായത് ഇവനെ കൊണ്ട് ഇത് പറയിപ്പിച്ചിട്ട് എന്നെ കാര്യം. അവൻ വലിയ വേദാന്തിയായിട്ട് അവൻ പറയുക, ഞാനല്ല, നീ അല്ലേ, പിന്നെ ആരാ. അപ്പോൾ മഹർഷി പറയണത് അവൻ നല്ല വേദാന്തിയാണ് എന്ന് പറയും, ജ്ഞാനിയാണ്. ജ്ഞാനിയുടെ ലക്ഷണമാണ് എന്താണ്? ഞാനല്ല. കർമ്മം ചെയ്തിട്ടും അതാരല്ല ചെയ്തത്? ഞാനല്ല ചെയ്തത്. അങ്ങനെ ആ കുട്ടിക്ക് മഹർഷി മടിയിൽ വെച്ച് ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് അത്ര ഉപദേശം കൊടുത്തത്? ദേഹോ നാഹം കോഹം സോഹം.
ന ദേഹ, നീ ആരാണ്? ത്വം കഹ സഹ അഹം, ഞാൻ അതാകുന്നു. ഇങ്ങനെ അതൊരു മന്ത്രമായി സ്വീകരിച്ചോളാൻ പറഞ്ഞു. ദേഹോ നാഹം കോഹം സോഹം കഹാഹം അഹം സഹ, ഞാൻ അതാകുന്നു. അപ്പം ഞാൻ അതാണ്. അതുകൊണ്ട് എനിക്ക് മറ്റൊന്നുമായിട്ട് ബന്ധമില്ലാത്തതാ. ഇതിനെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പം കുട്ടികൾ പറയുകയാണ് ഞാനല്ല എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ എന്ത് ചെയ്തേക്കണം? ഈ വേദാന്തം ഉപയോഗിച്ചേക്കണം. ശരിയാ, നീ പറഞ്ഞത് സത്യ മോനെ, നീയല്ല എന്ന് പറഞ്ഞിട്ട് ആ അകർത്താവിനെ, ആ ശരിയായ അകർത്താവുണ്ടല്ലോ, ആ അകർത്താവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റിയ സമയമാണ്. ആരെങ്കിലും ഞാനല്ല എന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ നിഷേധം നടത്തുന്ന സമയത്ത് അതൊരു ഒരു ഒരു സൗകര്യമായിട്ട് ഉപദേശിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമായി അതിനെ അനുകൂലമാക്കി നമ്മൾ തീർത്തേക്കണം എന്ന് പറയാം. അതുകൊണ്ട് ഞാനാര്? ഞാൻ ആ സത്തയാണ്. ഇത് ചിലപ്പോൾ നമുക്ക് എന്താ ഒരു വളരെ നിസ്സാരമായിട്ടുള്ളതായിട്ട് തോന്നും. പക്ഷെ ഇത് നിസ്സാരമല്ല എന്ന് പറയാം. അതായത് ഞാൻ എന്നത് ഏറ്റവും മൂല്യവത്താണ്. ഞാൻ എന്നത് ഏറ്റവും മൂല്യവത്താണ്. ഈ ഗുരുക്കന്മാരുടെ ജോലി എന്താണ്? ഗുരുക്കന്മാരുടെ ജോലി എന്ന് പറയുന്നത് ഈ അമൂല്യമായ ഒരു സാധനം, അതായത് കോടാനുകോടി വില വരുന്ന ഒരു രത്നം, അത്രയും അമൂല്യമെന്ന് വിശേഷിപ്പിക്കാവുന്ന രത്നം നഷ്ടപ്പെട്ടു പോയി, കാണുന്നില്ല. ആ അമൂല്യമായ രത്നത്തെ കാണിച്ചു തരാൻ 10 പൈസയുടെ മെഴുകുതിരിക്ക് സാധിക്കും. അറിയോ? 10 പൈസയുടെ മെഴുകുതിരിക്ക് അതിന് സാധിക്കും. ഈ ഒരു ഏർപ്പാടുണ്ടല്ലോ, ഈ ഒരു ഏർപ്പാടാണ് ഇവർ ചെയ്യുന്നത്, ഗുരുക്കന്മാർ ചെയ്യുന്നത്. നിസ്സാരമാണ്, 10 പൈസയുടെ മെഴുകുതിരിയായിട്ട് തോന്നാം. പക്ഷേ കോടാനുകോടിയുടെ സാധനം നമുക്ക് കാണിച്ചു തരും. അപ്പം അതിന് നമ്മൾ എന്തു വേണം? അതിന് തിരികൊളുത്തണം എന്ന് പറയാം. അപ്പം ഞാൻ എന്ന അമൂല്യമായ ആ നിധിയെ കാട്ടിത്തരാൻ ഈ ഒരു സ്വാത്മവിചാരത്തിന് സാധിക്കും. ശങ്കര ഭഗവത്പാദർ ചോദിക്കുന്നുണ്ട് ശിഷ്യനോട്, ആരാ നീ? എന്താ നിനക്ക് അറിയേണ്ടത് എന്താണ്? ഈ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള അവനോട് ഭഗവത്പാദർ ചോദിക്കുന്നുണ്ട്. അതാണ് ഏകശ്ലോകി എന്ന് പറയുന്നത്. കിം ജ്യോതിസ്തവ ഭാനുമാൻ അഹനിമേ രാത്രൗ പ്രദീപാദികം. മോനെ, എന്തുകൊണ്ടാ നീ കാണുന്നത്? തവ കിം ജ്യോതിഹി, നിനക്ക് എന്താണ് ജ്യോതി? അവൻ പറയുന്നു ഭാനുമാൻ അഹനിമേ, പകലെനിക്ക് ഭാനുവാണ്, സൂര്യനാണ്. രാത്രിയോ രാത്രൗ പ്രദീപാദികം, രാത്രിയിലോ മറ്റ് വെളിച്ചങ്ങളൊക്കെയാണ് എന്ന് പറയാം. നക്ഷത്രങ്ങൾ, മറ്റുള്ളതിൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ ഞാൻ അതിനെ കാണുന്നു. പിന്നെ അവനോട് ചോദിക്കുന്നുണ്ട്, രവി ദീപദർശന വിധോ, എന്നാൽ ഇത്തരത്തിലുള്ള ദീപങ്ങളുടെയും മറ്റും അസാന്നിധ്യത്തിൽ നീ എങ്ങനെ നിന്നെ കാണുന്നു? ചോദിക്കുക, ചക്ഷുസ്തസ്യ നിമീലനാദി സമയേ, കണ്ണടച്ചു കഴിഞ്ഞിട്ട്, ഇപ്പൊ കറണ്ട് പോകുന്ന സമയത്ത്, പവർ കട്ടുള്ള സമയത്തൊക്കെ നമ്മൾ തീപ്പെട്ടി എടുക്കുന്നുണ്ടല്ലോ. എങ്ങനെയാ നമ്മൾ തീപ്പെട്ടി എടുക്കുന്നത്? എങ്ങനെയാ തീപ്പെട്ടി എടുക്കുന്നത്? നമ്മൾ ഇങ്ങനെ പോയി പത്തില്ലേ, ഓരോന്നോരോന്ന് പരത്തില്ലേ. അപ്പൊ നമ്മൾ പരിചയമുള്ള നമുക്കറിയാം, ഈ ചിലർക്ക് കറണ്ട് പോയാൽ വളരെ വേഗത്തിൽ നടക്കും അവർ. അതൊന്നും ഒരു വിഷയമേ അല്ല അവർക്ക്. അതെന്താണ് അത്ര കാരണം? ഈ കോഴി കൂടുതൽ കഴിക്കുന്നവർക്ക് കുറുക്കൻ്റെ ചില സിദ്ധികളൊക്കെ വരുന്ന, രാത്രി കണ്ണ് നന്നായി കാണുന്ന, ഇങ്ങനെ പറയുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. ഇതായിരുന്നു. എന്നാ സ്വാമി നല്ലതാണ്, ഇപ്പൊ കേരളത്തിലൊക്കെ ഒരുപാട് പവർ കട്ടുള്ളത്, അതുകൊണ്ട് ഇത്. അപ്പൊ ചക്ഷുഹു തസ്യ നിമീലനാദി സമയേ, കണ്ണടയുന്ന സമയത്ത് നിനക്ക് എന്താണ് പ്രകാശം? അപ്പോഴാണ് അവൻ പറയുന്നത്, എനിക്ക് ഞാൻ തന്നെയാണ് പ്രകാശം. അപ്പം അവനോട് പറയാണ്, നീ അതാകുന്നു. ഈ പ്രപഞ്ചം ഉള്ളതായിത്തീരുന്നത് നിന്റെ
ഉള്ളിൽ ഇത് നീ അറിവായതുകൊണ്ടാണ് ഇതൊക്കെ നിനക്ക് പ്രകടമായി അനുഭവവേദ്യമാകുന്നത്, അനുഭവിക്കാൻ സാധിക്കുന്നത് നീ ശുദ്ധ അറിവാണ്. അതുകൊണ്ട് ഇവിടെ ഗുരു പറയുന്നു എന്താണ്? അറിവാണ്. അതുകൊണ്ട് ഇതാണ് ഓതിടേണ്ടത് എന്ന് പറയുന്നത്, ഉപദേശിക്കേണ്ടത്. അല്ലാതെ നമ്മൾ പറയരുത് നിനക്ക് നീ ഒരു അറിവില്ലാത്തവനാണ്, അല്ലെങ്കിൽ മൂഢനാണ്, അജ്ഞാനിയാണ് എന്ന് പറയരുത്. മറിച്ച് ജ്ഞാനിയാണ് എന്ന് പറഞ്ഞു കൊടുത്തേക്കണം. ഇതൊരു വലിയ തിരിച്ചറിവാണ്. അപ്പം ഇവിടെ എന്താണ് നമുക്ക് വേണ്ടത്? വേണ്ടത് ഞാനല്ലാത്തതിനെ മാറ്റുക, എന്നിട്ടോ ഞാനിനെ സ്വീകരിക്കുക. അപ്പം ഞാനല്ലാത്തതുണ്ട്, കുറേ എണ്ണം ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അതിനെ ഒഴിപ്പിക്കുക എന്ന് പറയും. അതിനെയാണ് അവർ പണ്ടുള്ളവരൊക്കെ ഈ വീട് വിട്ടിറങ്ങണം എന്ന് പറയുന്നത്. വീട് വിടുക എന്ന് പറയുന്നത് ഇതിനാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇതിൻ്റെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ചടങ്ങാണ്. ഈ ബന്ധനങ്ങളിൽ നിന്നൊക്കെ ഉള്ള വിട്ട് ഇറങ്ങലാണ്. ഒരിക്കലും ഒരു ശിഷ്യൻ ഗുരുവിനെ സമീപിച്ച് പറയുന്നുണ്ട്, ഗുരു, ഞാൻ ഒരുപാട് നരകം അനുഭവിക്കുന്നു, നരകത്തിലാണ് ഞാൻ വസിക്കുന്നത് എന്ന് പറയാം. അപ്പോൾ ഗുരു ചോദിച്ചു, അതെന്താ, എന്ത് പറ്റി? അല്ല, ഒരു വളരെ ചെറിയ വീടാണ് എൻ്റേത്, അതിൽ ചെറിയൊരു മുറിയാണ്, അതിൽ ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളും എല്ലാം കൂടെയാണ് കഴിയുന്നത്, വളരെ ദുരിതമാണെന്ന് പറയും, എല്ലാം കൂടെ വീർപ്പ് മുട്ടുന്നു. അപ്പം ഗുരു പറഞ്ഞു, ഞാൻ നിനക്ക് നിനക്ക് ഞാൻ സ്വർഗം തരാം, സ്വർഗത്തെ സൃഷ്ടിച്ചു തരാം. പക്ഷെ ഞാൻ പറയുന്നത് നീ അനുസരിക്കുകയാണെങ്കിൽ, അക്ഷരം പ്രതി അനുസരിക്കുമെങ്കിൽ നിനക്ക് ഞാൻ സ്വർഗം തരാമെന്ന് പറയും. അപ്പം അവൻ പറഞ്ഞു, തീർച്ചയായും അങ്ങ് എന്താണോ പറയുന്നത് അത് ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ഞാൻ അനുസരിക്കാൻ റെഡിയാണ്. ഗുരു ചോദിച്ചു, വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട് നിങ്ങളെ കൂടാതെ, മനുഷ്യന്മാരെ കൂടാതെ? വല്ല മൃഗങ്ങളൊക്കെ ഉണ്ടോ? പറഞ്ഞുണ്ട്. ഒരാടുണ്ട്, 10-15 കോഴിയുണ്ട്, ഒരു ചെറിയ നായ്ക്കുട്ടിയുണ്ട്, 3-4 പൂച്ചകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഗുരു പറഞ്ഞു, ഇതിനെയും കൂടെ റൂമിനകത്താക്കുക, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ. അദ്ദേഹം പെട്ടുപോയി, പറഞ്ഞതല്ലേ എന്നാണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഗുരുവിൻ്റെ അടുത്ത് ചെന്നു എന്നാ. ഗുരു ചോദിച്ചു, എങ്ങനെയുണ്ട്? എന്താ പറയുക, ദുരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇതിൻ്റെയൊക്കെ മലമൂത്ര വിസർജനാദികളും ആകെ കൂടെ ഇതിനൊക്കെ ഇപ്പം സമയമുള്ളൂ, ആകെ കഷ്ടമാണ് എന്ന് പറയും. വേഗം മാറ്റിക്കോളാൻ പറഞ്ഞു, അതിനെയെല്ലാം മൃഗങ്ങളെല്ലാം ഒഴിവാക്കാൻ, എന്നിട്ട് വരാൻ പറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട്? ഓ, പരമാനന്ദാണെന്ന് പറയും. ഇതേപോലെ നമുക്ക് കുറേ എണ്ണത്തിനെ കുടിയൊഴിപ്പിക്കേണ്ടതുണ്ട്. ഞാനല്ലാത്ത കുറേ ഞാനുമായി ചേർന്നിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിനെ ഇങ്ങോട്ട് സ്ഫുടം ചെയ്ത് ഞാനിനെ ഇങ്ങോട്ടേക്ക് കടഞ്ഞ് വേർതിരിച്ച് ഇങ്ങോട്ട് കിട്ടാത്തത്. ശരീരത്തിന് ഏതെങ്കിലും അവയവങ്ങൾക്ക് കേടുപാട് പറ്റുന്ന സമയത്ത് അതിനൊരിക്കലും ഒന്നും സംഭവിക്കുന്നില്ല. ശരീരത്തിൽ ഏതെങ്കിലുമൊക്കെ അവയവങ്ങൾ മുറിച്ച് മാറ്റിയിട്ടുള്ളവരോട് ചോദിക്കൂ, ഞാൻ എന്ന ബോധത്തിന് മുറിവേറ്റിട്ടുണ്ടോ എന്ന്. അതുകൊണ്ട് ഞാനിനെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശരീരത്തെ മുഴുവൻ ഉപേക്ഷിക്കാനും തയ്യാറാണ്. നമ്മളത് ചെയ്യും. നമ്മുടെ കാല് പഴുത്തിട്ട് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഡോക്ടർ പറയും, ഇത് കുഴപ്പമാണ്, ഇത് നിങ്ങളുടെ മരണത്തിന് കാരണമാവും എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? എത്രയും പെട്ടെന്ന് മുറിച്ചോളാൻ പറയും. അല്ല, എല്ലാവരോടും ഒന്നും ചോദിക്കണ്ട, ഞാനാ പറയുന്നത്, വേഗം എത്രയും പെട്ടെന്ന് അല്ലേ മുറിച്ച് മാറ്റും. അത് മുട്ടിന് താഴെ വെച്ചോ അരയ്ക്ക് വെച്ചോ അരയുടെ മുകളിൽ വെച്ചോ എവിടെയെങ്കിലും എന്തെങ്കിലും ആണെങ്കിലും, പക്ഷെ നമുക്ക് നിലനിൽക്കണം എന്ന് പറയാം. എനിക്ക് നിലനിൽക്കാൻ വേണ്ടി അങ്ങനെ ക്രമത്തിൽ മുറിച്ച് എൻ്റെ ശരീരത്തെ പൂർണ്ണമായി ഞാൻ ഉപേക്ഷിക്കാൻ ഞാൻ റെഡിയാവും. അപ്പോഴാണ് ഞാനിങ്ങനെ ഞാനിലേക്ക് അടുത്ത് വരിക. ആ ഞാൻ എന്താണ്? അറിവ് തന്നെയാണ്, അത് അറിവില്ലായ്മയല്ല എന്ന് പറയും. അടിമുടിയറ്റമതുണ്ടിതുണ്ടതുണ്ടെന്നടിയിടുമാദിമസത്തയുള്ളതെല്ലാം ജഡമിതു സർവമനിത്യമാം ജലത്തിൻ വടിവിന വിട്ടു തരംഗമന്യമാമോ. ജലത്തിൻ വടിവിന വിട്ടു
തരംഗമന്യമാമോ. അടിമുടി അറ്റം അതുണ്ട് ഇതുണ്ട് അതുണ്ട് എന്ന് അടിയിടും ആദിമസത്ത. അടിമുടിയറ്റം, അടിമുടി കേശാദിപാദം, അല്ലെങ്കിൽ അടിയിൽ അതാണ് സത്യം, ഇതാണ് സത്യം എന്ന് അറ്റം, അതുണ്ട് ഇതുണ്ട്, അതാണുള്ളത് ഇതാണുള്ളത്, ഇങ്ങനെ സത്തിനെക്കുറിച്ച് സത്യത്തെക്കുറിച്ച് പല പ്രകാരത്തിൽ ഇതുണ്ട് അതുണ്ട് എന്ന് അടിയിടും ആദിമസത്ത. ഓരോരോ ആളുകൾ ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് അടികൂടുന്നു എന്ന് പറയാം. അവർ പറയുന്നു അത് ആ ഒന്നാണുള്ളത്, ചിലർ പറയുന്നു ആ ഒന്നില്ല എന്ന്. ഇങ്ങനെ ആളുകൾ അടിയുണ്ടാക്കുന്നുണ്ട് എന്ന് ഗുരു പറയുക. അങ്ങനെ ചിലർ അടികൂടുന്നുണ്ട്. എന്നാലും ഉള്ളതെല്ലാം ഇതു സർവം. വാസ്തവത്തിൽ എന്താണ് പറയുന്നു? ജഡം അനിത്യമാം. ജഡം 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 എന്ന് പറഞ്ഞാൽ ചേതനയില്ലാത്തത്, ചൈതന്യമില്ലാത്തത്. അനിത്യമാം, അതൊക്കെ തന്നെ അനിത്യമാണ്, നിത്യമല്ലാത്തതാണ്. ജലത്തിൻ വടിവിനെ വിട്ട് ജലത്തിൻ്റെ സ്വരൂപത്തെ വിട്ട്, ജലമെന്ന ആ രൂപത്തെ വിട്ടിട്ട് തരംഗം അന്യമാമോ, തിര അന്യമായി ഇരിക്കുന്നുണ്ടോ? ഗുരു ഏറ്റവും കൂടുതൽ ഉദാഹരിക്കുന്നതായി സമുദ്രവും തിരയും ഒക്കെ. നിങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള മഠങ്ങൾ അല്ലെങ്കിൽ പോയിട്ടുള്ള സ്ഥലങ്ങൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് എല്ലായിടത്തും. ഇപ്പോൾ മരുത്വാമലയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുന്ന് നോക്കിയാൽ ഗുരുവിന് കാണും ഇതൊക്കെ. അപ്പം അദ്ദേഹത്തിൻ്റെ കണ്ട കാഴ്ചകളിൽ നിന്ന് തന്നെ, ഈ മഹാത്മാക്കൾക്കൊക്കെ എപ്പോഴും അങ്ങനെയാണ്, അവർ കാണുന്ന കാഴ്ചയിൽ അവർ ഈ സത്യത്തെ കണ്ടുകൊണ്ടിരിക്കും, അവരങ്ങനെ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് അവരെപ്പോഴും വെളിപ്പെടുത്തി തരുന്നത്. ഇപ്പം നമ്മൾ ഈ സമുദ്രതീരത്ത് പോയി ഈ തിരമാലയെയും സമുദ്രത്തെയും ഒക്കെ കാണുന്ന സമയത്ത് നമുക്കിത് ഓർമ്മ വരികയാണെങ്കിൽ, ഇത് ഓർമ്മ വരുമ്പോഴാണ് നമുക്ക് ഓ ശരിയാണല്ലോ എന്ന് തോന്നുക. പലപ്പോഴും നമുക്ക് സമുദ്രതീരത്തൊക്കെ പോകുമ്പം നമുക്ക് സിനിമയിലെ പാട്ടൊക്കെ ഓർമ്മ വരും. കടലിനക്കരെ പോണവര് അങ്ങനെയൊക്കെയുള്ള പാട്ട് തെറ്റല്ല. പക്ഷെ അതേസമയം അതുമായിട്ട് ബന്ധപ്പെട്ടത് പലപ്പോഴും നമുക്ക് ഓരോരോ സന്ദർഭങ്ങളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. ഒരു കുട്ടിയുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചലച്ചിത്ര ഗാനം ഉണ്ടെങ്കിൽ നമ്മൾ ഉടനെ നമ്മുടെ നാവിൻ്റെ തുമ്പിൽ അത് വരും. സ്വാഭാവികമാണ്. കാരണം അതിന് വല്ലാത്ത സ്വാധീനം നമ്മിൽ ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം. അപ്പം അത്തരത്തിലൊരു സ്വാധീനത്തിന് നാം ആത്മോപദേശ ശതകത്തിന് ഇടം കൊടുക്കുന്നുവെങ്കിൽ ജീവിതത്തിലെ വ്യത്യസ്തമായ വിരുദ്ധങ്ങളായ അല്ലെങ്കിൽ അനുകൂലങ്ങളായ സാഹചര്യങ്ങളിൽ ഈ ശ്ലോകങ്ങളൊക്കെ നമ്മുടെ സ്മൃതിപഥത്തിൽ വരുന്ന സമയത്ത് നമ്മളെ അനുഗ്രഹിക്കും. അത് സന്തോഷമുള്ള കാര്യത്തിലാണെങ്കിലും സന്താപമുള്ള കാര്യത്തിലാണെങ്കിലും. ഇപ്പം നമ്മളെ സംബന്ധിച്ച് അവിടെയൊക്കെ നമ്മുടെ സ്മൃതിപഥത്തിൽ വരുന്നത് ഇങ്ങനെയുള്ള ചലച്ചിത്ര ഗാനങ്ങളും മറ്റും. സ്വാമി ചലച്ചിത്ര ഗാനത്തിനെതിരായിട്ടുള്ള ഒരാളല്ല, പക്ഷേ പറഞ്ഞതാണ്, ഇത് വരാറുണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ളതൊക്കെ വരട്ടെ. ഇത് നമ്മുടെ ഓർമ്മയിൽ വരുമ്പോൾ ഓ കണ്ടില്ലേ, ശരിയാണ് കേട്ടോ, ആ പറഞ്ഞത് എത്ര കൃത്യമാണ്. അതിങ്ങനെ തെളിഞ്ഞു വരണം. അപ്പം ഇവിടെ ചോദിക്കുന്നത് ഈ ആളുകളൊക്കെ അടിയുണ്ടാക്കുക. ഇനി ഇതിനെക്കുറിച്ച് വിസ്തരിക്കാൻ പോവാണ്. അതുണ്ട് ഇതുണ്ട് ഇതാണ് അതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ അടി കൂടുന്ന ഇവർക്ക് വാസ്തവത്തിൽ ഇതിൻ്റെ സത്ത എന്തെന്നറിയുമോ? ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. തിരയിൽ നിന്ന് അന്യമാണോ സമുദ്രം? അല്ലെങ്കിൽ തിരമാലയ്ക്ക് വേറിട്ട് എന്ത് അസ്തിത്വമാണുള്ളത്? അത് ജലമാണ് എന്ന് പറയും. അപ്പോൾ ഇവിടെ വേറിട്ട ഒരു ഭിന്നതയില്ല. അത് ഏതുപോലെ എന്നാൽ ഗുരു ഇവിടെ അവതരിപ്പിക്കുന്നത്, അതായത് സൂര്യനിൽ നിന്ന് ഭിന്നമല്ല സൂര്യകിരണം. അത്തരത്തിലൊരു ഭേദമുണ്ട്. സൂര്യനിൽ നിന്ന് ഭിന്നമല്ല സൂര്യകിരണങ്ങൾ. ഇപ്പോൾ ഒരു പാട്ട് പാടുന്ന ഒരാൾ, ഗായകൻ, ആ ഗായകനിൽ നിന്ന്
ഭിന്നമല്ല ഗാനം. അതുപോലെയാണ് ഇവിടെ ഉദാഹരിച്ചിട്ടുള്ള സമുദ്രത്തിൽ നിന്ന് ഭിന്നമല്ല തിരമാല. ഇതാണ് ഈ വിശ്വം. ഈ വിശ്വവുമായ വിശ്വേശ്വരൻ്റെ ബന്ധം ഇങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും സൂര്യകിരണങ്ങൾ സൂര്യനിൽ നിന്ന് അന്യനാണ്, അല്ലെങ്കിൽ പാടുന്ന ഗായകനിൽ നിന്ന് വ്യത്യസ്തമാണ്, ഭിന്നമാണ്, വേറിട്ട് നിൽക്കുന്നു ഗാനം എന്ന്. ഇല്ല. ആ ഗാനം നമ്മുടെ കർണപുടത്തിൽ വന്ന് പതിയുന്ന സമയത്തും അത് തന്നെയാണ്, അദ്ദേഹത്തിൽ നിന്ന് ഭിന്നമല്ല. ഇങ്ങനെയൊരു ചേർച്ച, ഒരു സൂക്ഷ്മ രൂപത്തിലുള്ള ഒരു ചേർച്ച, അത് നമ്മുടെ ഈ സ്ഥൂല ചക്ഷുസ് കൊണ്ട് കാണാൻ പറ്റില്ല. പകരം ജ്ഞാന ചക്ഷുസ് കൊണ്ട്, അറിവാകുന്ന നേത്രം കൊണ്ടാണ് അതിനെ ഗ്രഹിച്ചെടുക്കേണ്ടത്. അപ്പം ആ അറിവിൻ്റെ നേത്രം, അവിടെ നേരത്തെ ഗുരു ത്രിപുടി മുടിഞ്ഞു എന്ന് പറഞ്ഞു. ആ ത്രിപുടി മുടിയണം. അതാണ് ഇവിടുത്തെ പരമമായ അറിവ്, ആ സത്തയെ അനുഭവിക്കുന്ന അനുഭവം. വേറെയല്ല. ഉലകിനു വേറൊരു സത്തയിൽ അതുണ്ടെന്നുലകരുരപ്പതു സർവമൂഹഹീനം. ജളനു വിലേശയമെന്നു തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ. ഈ സത്യത്തെ ഗുരു ഏതൊരാശയത്തെയാണ് നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ചത്, ആ ആശയത്തെ വീണ്ടും നമ്മുടെ മുന്നിൽ ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും 1-2 ചോദ്യങ്ങളെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. പറയണു, ഉലകിന് വേറൊരു സത്തയില്ല. ഈ പ്രപഞ്ചത്തിന് നിങ്ങൾ ഏതെങ്കിലും ഭിന്നമായ ഒരു സത്തയെ നിങ്ങൾ അന്വേഷിക്കുന്നുവെങ്കിൽ അത്തരത്തിലൊരു സത്ത ഈ പ്രപഞ്ചത്തിന്, ഈ വിശ്വത്തിന് ഇല്ല. കണികാ പരീക്ഷണം നടത്താൻ പോകുന്ന ശാസ്ത്രകാരന്മാരോടും പറയാൻ ഗുരുവിനുള്ളത് ഇതാണ്. നിങ്ങൾ ഈ വിശ്വത്തിൻ്റെ സത്തയെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇല്ല എന്ന് പറയാം. പുതുതായിട്ട് നിങ്ങൾക്ക് എത്ര കുഴി കുഴിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാലും കിട്ടാൻ പോകുന്നില്ല. അന്വേഷണം നല്ലതാണ്, ഏറ്റവും നല്ലത്. ആ അന്വേഷണത്തെ ഭാരതീയ ആചാര്യന്മാർ ഒരു കാലത്തും ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെ വിമർശിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം കണാദനെ പോലുള്ള ഋഷീശ്വരന്മാർ കണികയിൽ പരീക്ഷണം നടത്തിയിട്ടുള്ളതാണ്. കണികാ പരീക്ഷണം നടത്തിയ ഭാരതത്തിലെ ആദ്യത്തെ ആചാര്യനാണ് കണാദൻ. പേര് തന്നെ അതാണ്. അതിനെ വിസ്തരിച്ച് പഠിച്ച ആളുകൾ ഉണ്ടായിരുന്നു പലരും. ഈ ഉലകത്തിന്, ഈ വിശ്വത്തിന് വേറൊരു സത്ത നിങ്ങൾക്ക് പറയാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗുരു പറയുന്നത് ഇല്ല. ഉലകിന് വേറൊരു സത്തയില്ല. അതുണ്ടെന്ന് ഉലകറുരപ്പത്. ഇനി അങ്ങനെയൊരു സത്ത, ഒരു ഉണ്മ ഉണ്ട് എന്ന് ഉലകർ പറയുന്നുവെങ്കിൽ അവരുരപ്പത് സർവം ഊഹഹീനം. എല്ലാം തന്നെ അവരങ്ങനെ ഒരു ഊഹിച്ചെടുത്ത് പറയുന്നതാ. അവർക്ക് വ്യക്തമായി അവരുടെ അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അന്വേഷണത്തിൽ അവർക്ക് തെളിഞ്ഞു കിട്ടിയതാണോ ഇത്? അല്ല. അതുകൊണ്ട് തന്നെ അവർ ഊഹിച്ച് അങ്ങനെ പറയുന്നു, ഇതിനുണ്ടാകാം എന്ന് ഊഹിച്ച് പറയുന്നു. ഈ വിശ്വത്തിന് അങ്ങനെ ഒരു വേറെ ഒന്നില്ല. ഏത്? ആത്മബോധം എന്നതല്ലാതെ അതിൽ നിന്നന്യമായി ഈ വിശ്വത്തിന് യാതൊരു സത്തയും ഇല്ലാത്തതാണ്. പിന്നെ പറയുന്നു, സർവം ഊഹഹീനം. എല്ലാം തന്നെ ചിന്തിക്കാത്തത് കൊണ്ട് ഉണ്ടായിട്ട് അങ്ങനെ ഊഹിച്ച് പറയുന്നു. ജളന് വിലേശയം. ജളന് അജ്ഞാനിക്ക്, വിചാരം ചെയ്യാത്തവന് വിലേശയം എന്ന് തോന്നിയാലും, ഇല്ലാത്ത പാമ്പിന്, മാളത്തിൽ പാമ്പുണ്ടെന്നും അല്ലെങ്കിൽ ഇല്ലാത്ത ഒന്നിനെ തോന്നുന്നതിനെയാണ് വിലേശയം എന്ന് പറയാം. അതിനവിടെ ഗുരു വ്യക്തമാക്കുക, നലമിയലും മലർമാല നാഗമാമോ. നലമിയലും വളരെ മനോഹരമായ സുന്ദരമായ മലർമാല, ഒരു പൂമാല, അതെങ്ങനെ നാഗമാവോ? ഒരിക്കലും ഇല്ല എന്ന് പറയും. അതൊരു പാമ്പാണോ? അതായത് അരണ്ട വെളിച്ചത്തിൽ ഒരു വീട്ടിൽ ഫോട്ടോന് ദിവസവും മാലയിടും. ഭഗവാന്റെ ഫോട്ടോന് മാലയിടാറുണ്ട്. ആ മാല താഴെ വീണു. വൈകുന്നേരം സന്ധ്യയ്ക്ക് ദീപം എന്ന് പറഞ്ഞ് വിളക്ക് വയ്ക്കാൻ നേരത്ത് പോയി
അതിൻ്റെ മുകളിലാണ് ചവിട്ടിയത്. അപ്പോൾ ഉടനെ അവർക്ക് തോന്നി പാമ്പാണ്. ഒരു ഒരു നനവ് പോലെ ഉണ്ടായിരുന്നു, അതിൻ്റെ പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല. അപ്പോഴേക്കും അവർക്ക് എന്തുണ്ടായി? പാമ്പിനെ ചവിട്ടി എന്നുള്ളത് തോന്നലും വീഴലും എല്ലാം കഴിഞ്ഞു. പിന്നെ നാട്ടുകാരൊക്കെ കൂടി എന്താണ് പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞു. എവിടെ നോക്കട്ടെ എന്നൊക്കെ ആയപ്പോൾ പാമ്പല്ല, മാലയാണ്. ഇനി ആശുപത്രി കൊണ്ടുപോയി പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി കഴിയും കഥ. അപ്പം എത്ര മനോഹരമായിട്ടുള്ള ഞാൻ കണ്ടതാണ്, അതെ കണ്ടതാണ്. ഇപ്പം ചിലപ്പോൾ കയറ് കണ്ട് പാമ്പാകാം, അല്ലെങ്കിൽ എണ്ണ ഒഴുകിയ പാട് പാമ്പാകാം, ഇങ്ങനെ പലതുണ്ട്. സൈക്കിൾ, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ സൈക്കിൾ ട്യൂബോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സംഗതികളുണ്ടല്ലോ, കണ്ടിട്ട് അത് മറ്റൊന്നാണെന്ന് തോന്നാം. അതുകൊണ്ട് പക്ഷേ അത് നിങ്ങളുടെ തോന്നലാണ്. അതുകൊണ്ട് തോന്നലിനെ ഇവിടെ അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഉലകത്തിന് വേറൊരു സത്തയുണ്ട് എന്നാരെങ്കിലും പറയുന്നുവെങ്കിൽ ആ സത്ത വെറും ഭ്രമം മാത്രമാണ്. മരുമരീചിക എന്നൊക്കെ പറയുന്നത് പോലെ അത് മരുഭൂമിയിലെ കാനൽ ജലം പോലെ, അല്ലെങ്കിൽ മാല കണ്ട് പാമ്പെന്ന് പറയുന്നത് പോലെ, കയറിനെ പാമ്പെന്ന് പറയുന്നത് പോലെ, ഒരു കുറ്റി കണ്ട് ഭൂതമെന്ന് സ്ഥാണുപുരുഷൻ എന്ന് പറയും. ഒരു കുറ്റി ഈ വേലിയിലൊക്കെ പോയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ കവർ പോയി കുടുങ്ങി കിടക്കും രാവിലെ പകല്. എന്നിട്ട് അതിങ്ങനെ ഇളകുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വേലിയുടെ അവിടെ നിന്നിട്ട് ആരോ ഭൂതം വിളിക്കുന്നുണ്ട് അല്ലേ. ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഭൂതമൊന്നുമില്ല, ഞാൻ കണ്ടതാണ് എന്ന് പറയും. ഈ പഴയ മരത്തിൻ്റെ മറ്റുള്ള വീടുകളിലൊക്കെ ഉണ്ട് ഇങ്ങനെ ഓരോ ശബ്ദമൊക്കെ ഉണ്ടാവും. ഞാൻ പറയും ഇവിടെ ഭൂതമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ. ഇതൊന്നും ഇല്ലാത്തതാണ്, നമ്മുടെ തോന്നലാണ്. നമ്മൾ പിന്നെ സങ്കല്പിക്കുക, അതിന് കാത് കൊടുക്കും, അല്ലെങ്കിൽ അതിന് മറ്റു രൂപങ്ങളൊക്കെ നമ്മളങ്ങോട്ട് കൽപ്പിക്കുക. എന്തെങ്കിലും കുറച്ച് മതി, ഒരു ശകലം മതി, ബാക്കിയെല്ലാം നമ്മുടെ വക, നമ്മൾ അതിനെല്ലാം കൊടുത്തുകൊള്ളൂ എന്ന് പറയും. അധ്യാസം എന്ന് പറയും, ആരോപിക്കുക. നമ്മളതിൽ ആരോപിക്കുന്നു. അത് ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നുണ്ട്, ഈശ്വരനിൽ ആരോപിച്ചതാണ് ജഗത്ത് എന്ന്. അപ്പം ഈശ്വരനാണ് സത്ത, അതിൽ ആരോപിച്ചതാണ് എന്ത്? ഈ ജഗത്ത് എന്ന് പറഞ്ഞാൽ മാലയിൽ പാമ്പിനെ ആരോപിച്ചതുപോലെ നമ്മൾ ഈ കാണുന്ന വിശ്വം എന്ന് പറയുന്നത് ഈശ്വരനിൽ നമ്മൾ ആരോപിച്ചിരിക്കുക, എന്നിട്ട് പേടിക്കുകയാണ്. ഈ നല്ല മാല കണ്ട് പാമ്പായിട്ട് പേടി തോന്നുന്നത് പോലെയാണ് ഈ വിശ്വത്തെ കണ്ട് പലതും കണ്ട് നാം ഭ്രമിക്കുന്നതും ഭയക്കുന്നതും. ഇതിനെ ഭയക്കേണ്ടുന്നതോ ഭ്രമിക്കേണ്ടുന്നതോ ആയ യാതൊരു ആവശ്യവും ഇല്ലാത്തതാണ്. പക്ഷേ നമ്മൾ അതിനെ തെറ്റായി ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ഉലകം എന്നത് ഈ സത്തയാണ്, ആത്മാവാണ്. ഇനി ഈ ആത്മാവിനെ നീ അറിയാതെ ഇതിന് വേറെ ഒരു സത്തയുണ്ടെന്ന് നീ അന്വേഷിക്കുന്നുവെങ്കിൽ വെറുതെയാണ്. അങ്ങനെ അന്വേഷിച്ചാൽ കിട്ടില്ല എന്ന് പറയും. അതുകൊണ്ട് ഇത് സത്തയെ അന്വേഷിക്കൂ, കണ്ടെത്തൂ. അതാരാണ്? അത് ഞാൻ തന്നെയാണ്